റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ശരിക്കും ചിലരെങ്കിലും നല്ല രീതിക്ക് അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ശരിയായ ആള് ശരിയായ ടൈമിൽ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫ് ആകെ ചേഞ്ച് ആവും. നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ ലൈഫിൽ നന്നായിട്ടുണ്ടാവും. ശരിക്കും ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഒരു മൂവി കണ്ടുകൊണ്ടാണ്. ഓണസ്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അത്രയും നീതി പുലർത്തുന്ന ഒരു മൂവിയാണത്. സോറി, ദ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ. അത് എന്തൊരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഒരുപാട് സജഷൻസും ഒരുപാട് റിവ്യൂവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷെ ഗംഭീരമായിട്ടുള്ള പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലവ് ഇറ്റ്. അത്രയും ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയുന്നത്. ആ നായകന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു പെൺകുട്ടി അത്രയും കിടിലനായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ രണ്ട് ക്യാരക്ടേഴ്സും അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും ആ പെൺകുട്ടി വരുമ്പോൾ ആ നായകന്റെ ജീവിതത്തിലേക്ക് വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ശരിക്കും ഒരു ഫാന്റസി റൊമാൻറ്റിക് ട്രാക്ക് വരുന്ന ഒരു മൂവിയാണ്. ഒരു ഇന്തോനേഷ്യൻ മൂവിയാണിത്. അത്രയും നമ്മൾ ആ സിനിമയിലേക്ക് നമ്മളങ്ങ് ഇന്നായി പോകും. നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു ആ സിനിമ. തീരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. നമ്മൾ ആഗ്രഹിച്ചു പോകും അങ്ങനത്തെ ലൈഫ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അത്രയും നിങ്ങൾ ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്യും മൂവി, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്ക് പറയും.